ഹലോ ഓൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഐക്കിയയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഐക്കിയ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇത് നമ്മൾ ഐക്കിയയിലേക്ക് കയറി കഴിഞ്ഞു കേട്ടോ. ഐക്കിയൻ്റെ ഉള്ളിലെ പാർക്കിങ്ങിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വണ്ടി. അപ്പം ഇവിടെ 2 പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. പിന്നെ ഇത് ഏകദേശം ഒരു എന്താ പറയുക 4,60,000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ ഐക്കിയ നാഗസാന്ദ്ര. പിന്നെ ഏകദേശം ഒരു 7,000 പ്രോഡക്ട്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഏകദേശം ഒരു 3,000 കോടിയോളം വരുന്നുണ്ട് ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഷോറൂമാണ് ഇവിടെ ബാംഗ്ലൂരുള്ളത്. ഈ ഐക്കിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സാധനങ്ങളും നമുക്ക് ഓരോ സാധനം തൊട്ട് നോക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഇതിൻ്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് നല്ല പ്ലാനിങ് ആയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് വരികയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് പിക്ക് ചെയ്തിട്ട് പോവുകയും ചെയ്യാം. അപ്പം ഓൺലൈനായിട്ട് നോക്കി എല്ലാം കാർട്ടിലിട്ട് വയ്ക്കുക, എന്നിട്ട് നോക്കുക ഇത് ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഒന്നായിട്ട് ബൾക്കായിട്ട് ഒന്നെങ്കിൽ അപ്പം തന്നെ വാങ്ങിക്കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവർ ഡെലിവറിയും ചെയ്യും കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി ഡെലിവറി ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു 10-15 ആകുമ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് പാർക്കിംഗ് സ്ലോട്ടിലൊക്കെ നിറച്ചും ഫീൽഡ് അല്ല. അപ്പം രാവിലെ നേരത്തെ ആയതുകൊണ്ട് അതൊരു 11 o'clock ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റും. അതായത് കയറാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കാണണമെന്നുണ്ടെങ്കിൽ ഒരു 11 o'clock ശേഷമേ പറ്റുമെന്നാണ് ഞങ്ങൾ കയറിയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആദ്യം തന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഞാൻ കണ്ടത് 70% ഓഫർ ഉണ്ട് എന്നുള്ളതാണ്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലല്ലേ ഇട്ടു അങ്ങ് പൊട്ടി. പിന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ തോന്നുന്ന വാവ് എന്നുള്ള ഫീലിംഗ്. അത്ര നല്ല അടിപൊളിയായിട്ടാണ് ഇതിൽ ഓരോ റൂമും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 65+ റൂംസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ അവർ സെറ്റ് ചെയ്തത് കിച്ചണായിട്ടും പിന്നെ നമ്മളെ ബെഡ്റൂമായിട്ടും പിന്നെ കുട്ടികൾക്കുള്ള റൂമായിട്ടും. പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു അമേരിക്കൻ സ്റ്റൈലായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പം ഒക്കെ ആൾക്കാർ ഇവിടെ നാട്ടിലും ബാംഗ്ലൂരും ഒക്കെ ഇതേപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. പിന്നെ ഐക്കിയയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പ്രൊഡക്ട്സിനൊക്കെ ഏകദേശം 1 year വാറണ്ടി കുറേ പ്രൊഡക്ട്സിന് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ചില പ്രൊഡക്ട്സിനൊന്നും അവർ കൊടുക്കാത്തതുണ്ട് കേട്ടോ. അവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഫർണിച്ചറൊക്കെ അല്ലേ, നമ്മൾ ടേബിള്, ബെഡ്, സോഫ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് പ്രൈസ് കൂടുതലുള്ള സാധനങ്ങൾക്കൊക്കെയാണെന്ന് തോന്നുന്നു അവർ കൂടുതൽ വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ അവർ ഇൻറ്റീരിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ. അതായത് അവർ ഫർണിച്ചർ വെച്ച് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അവർ മറ്റേ ലൈറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ഞങ്ങൾ രാവിലെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നേരെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ചാൽ ചായ കുടിക്കാൻ വേണ്ടി വിചാരിച്ചു ഞങ്ങൾ നേരെ ക്യാൻറ്റീനിലേക്കാണ് പോയത് കേട്ടോ. ക്യാൻറ്റീനിലേക്ക് പോയപ്പോൾ അവിടെ കാര്യമായിട്ട് ആൾക്കാരൊന്നും ഇല്ല, എന്നാലും കുറച്ച് ആൾക്കാർ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആ ഹ്യൂജായിട്ടുള്ള ക്യാൻറ്റീൻ. ഏകദേശം 1000 സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട് ഇതിന്. പിന്നെ നല്ല സ്വീഡിഷ് ആൻഡ് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ്, മെയിനായിട്ട് സ്വീഡിഷ് സ്റ്റൈൽ ഫുഡാണ്. പക്ഷേ ഇതിന് ഇന്ത്യൻ ടച്ച് ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ ഫുഡിനും വരുന്നത്. അപ്പം ഞാൻ ഇത് വീഡിയോ എടുത്തത് ഒരു ഡിസംബർ മാസത്തിലാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിരുന്നു ഈ സമയത്ത്. നല്ല ഓഫറും പിന്നെ നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു ഞാൻ ഈ പോയ സമയത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. ഇതിനകത്ത് ഫുള്ള് സെൻട്രലൈസ്ഡ് AC ആയതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് ഇതിനകത്ത്. പിന്നെ കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെടും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. ഹായ്, അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങൾ കഴിച്ചത്. ആപ്പിൾ പഫാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ആയിരുന്നത്. പിന്നെ ഇത് അൺലിമിറ്റഡ് ആയിട്ടുള്ള കോഫിയാണ് കേട്ടോ. ഒറ്റ ഗ്ലാസ് എടുത്തിട്ട് അതിന് മാത്രം പേ ചെയ്താൽ മതി. പിന്നെ എത്ര വേണമെങ്കിൽ കോഫി എടുക്കാമെന്നാണ്.
ഈ നാഗസാന്ദ്ര മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ഐക്യയിലേക്ക് എൻട്രി വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ഈസിയാണ് വരാനും വേണ്ടിയിട്ട്. നിങ്ങൾ മെട്രോയിലാണ് വരുന്നതെങ്കിൽ കൂടി. മോനുള്ളതുകൊണ്ട് തന്നെ അവൻ അതൊക്കെ കൊടുത്തുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ പോയ സമയത്ത്. പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ വരികയാണെങ്കിൽ ഒരു ഫുൾ ഡേ പ്ലാൻ ചെയ്തിട്ട് മാത്രം വന്നാൽ മതി. കാരണം ഇതിൽ എത്ര ഏരിയ ഉണ്ട്, പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ഷൂ ഒക്കെ ഇട്ടിട്ട് വരിക. കാരണം കുറേ നടക്കാനുണ്ട് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ. ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ നല്ലോണം നടക്കാനുണ്ട്. അപ്പം അതിന് നല്ല റെഡി ആയിട്ട് നല്ല ഫിറ്റായിട്ട് വരിക, നല്ല നടക്കാനൊക്കെ റെഡി ആയിട്ട് മാത്രം വരിക. നല്ല ഭംഗിയില്ല ഇതൊക്കെ കാണാൻ. നല്ല ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെയാണ് കേട്ടോ. പിന്നെ ഫുഡിനെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ. എല്ലാ ഫുഡിനും നല്ല ടേസ്റ്റ്. ഇത് ഫുഡിൻ്റെ സെക്ഷനാണ്. ഇവിടെ വന്നിട്ടാണ് നമുക്ക് കോഫിയും ഒരു ഗ്ലാസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കോഫിയൊക്കെ നമുക്ക് വന്നിട്ട് എടുക്കാം. ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഡ്രിങ്കും ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല എന്താണെന്ന്. പിന്നെ ഇതാണ് മെയിൻ കോഴ്സ് ഫുഡൊക്കെ. ഈ സ്ഥലത്ത് വന്നിട്ട് എടുക്കാം കേട്ടോ. ഇതേപോലെയുള്ളൊരു എന്താ പറയുക ട്രോളി വന്നിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ 3-4 ട്രേ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഫുഡൊക്കെ വന്നിട്ട് എടുക്കൽ. അപ്പോൾ അങ്ങനെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ഫുഡ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് ചൂസ് ചെയ്യുക, അതൊന്ന് ടേസ്റ്റ് ചെയ്താൽ. അത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ഫുഡാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മീറ്റ് ബോൾസ് ഭയങ്കര ഫേമസ് ആണ്. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ടാണ് കഴിച്ചത് കേട്ടോ അത്. പിന്നെ ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് ടൈമിംഗ് വന്നിട്ട് 10:30 ടു രാത്രി 10:30 ആണ്. അതായത് രാവിലെ തുറക്കുന്നിട്ട് രാത്രി വരെ ഏകദേശം. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി വരെ വേണമെങ്കിൽ ഇരിക്കാം. പിന്നെ ഐക്യേൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ളവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ബഫറ്റും ഉണ്ട് കേട്ടോ മോർണിംഗിൽ രാവിലെ. അത് സാറ്റർഡേ സൺഡേ മാത്രമേ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. സപ്പോസ് നമ്മൾ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ റൂമിനും ഓരോ ബഡ്ജറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ റൂമിന് ഇത്ര ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വീട് എടുക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാനോ വീടിൻ്റെ റിനോവേഷൻ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത് ഒരു ടി വി യൂണിറ്റാണ് കേട്ടോ. അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ എടുത്ത് വെച്ചോ. കാണുമ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്. ഇതൊരു ഷിയർ ആയിട്ടുള്ള കേട്ടനാണ് കേട്ടോ. ഇതിനൊക്കെ നല്ല വിലക്കുറവുള്ള പോലെ എനിക്ക് തോന്നി. ഇതിൻ്റെ റേറ്റൊക്കെ നോക്കിയപ്പം. ഇനി നമുക്ക് കുറച്ച് റൂമുകളും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം. ഇതൊക്കെ ചെറിയ ചെറിയ റൂമുകളാണ് കേട്ടോ. ഓരോന്നും കാണിക്കുന്നത് വളരെ ചെറിയ റൂമുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്നറിയോ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കിഡ്സ് റൂമാണ് കേട്ടോ. വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളോടു കൂടിയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ്. പിന്നെ ഈ റൂം കണ്ടപ്പോൾ എനിക്ക് കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇട്ട പോലെ എനിക്ക് തോന്നിട്ടോ. കണ്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിന്. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ച് പണിയായിരിക്കും. ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ വാരിയിട്ടിട്ടുണ്ടെങ്കിൽ. ഇത് ആ സോഫേൻ്റെ റേറ്റാട്ടോ. പിന്നെ ഇവിടെ നമ്മൾ പെട്ടെന്ന് വന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് താഴെ പോയി കസ്റ്റമർ കെയറിൽ പോയിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യേണ്ടത്. നമുക്ക് ചില സാധനങ്ങളൊക്കെ മാത്രമേ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. മിക്കവാറും കുറേ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് മാത്രമായിട്ട് വെച്ചതുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. നമ്മൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതവിടെ ഒട്ടിച്ച് വെച്ച പോലെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ
നമുക്ക് മനസ്സിലാവും അത് ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് കൊണ്ടുപോവുക. എന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ എന്നിട്ട് ഒന്നായിട്ട് പിക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊരു പാൻട്രി യൂണിറ്റാന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ക്രോക്കറി ഷെൽഫ് നല്ല രസമല്ലേ കാണാൻ. ഇത് നല്ല അടിപൊളിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. 14,990 റുപ്പീസാണ് ഇതിന് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ റേറ്റൊക്കെ നോക്കി. പിന്നെ അധികം ക്രോക്കറീസ് ഒന്നും അങ്ങനെ സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ട എന്ന് വിചാരിച്ചു. എന്തായാലും ഈ റൂം നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വാം ഫീലിംഗ്, എന്താ പറയുക. പക്ഷേ ഇങ്ങനത്തെ റൂം എന്താ വെച്ചാൽ കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ പുറത്ത് നോക്കുമ്പോൾ അത്ര എന്താ പറയുക സ്പേഷ്യസ് ആയി നമുക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ ഇതിന് എല്ലാവിധ സാധനങ്ങളും ഉള്ള പോലെ എനിക്ക് തോന്നി. ഇതൊരു ഓഫീസ് റൂം സെറ്റപ്പാണിത്. ഈ ലൈറ്റ് നല്ല രസമല്ലേ കാണാൻ. ഇത് 1,890 റുപ്പീസാണ് വരുന്നത്. നോക്കി വെച്ചു, പക്ഷെ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഷെൽഫിൻ്റെ റേറ്റ് 13,900 റുപ്പീസ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മറ്റു നേരത്തെ കണ്ടില്ലേ ഒരു ക്രോക്കറി ഷെൽഫ്, അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ആ ഷെൽഫും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി വരുന്നതാണ് സോഫ സെക്ഷൻ. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് സോഫ ഉണ്ട് കേട്ടോ. ഫാബ്രിക് സോഫ, മോഡുലർ സോഫ, PU കോട്ടഡ് ഫാബ്രിക് സോഫ, സോഫ കം ബെഡ്സ്, പിന്നെ ഫുഡ് സ്റ്റൂൾസ് ഉണ്ട്, ചേസ് ലോഞ്ചസ് ഉണ്ട്, സോഫ പാർട്സും ആക്സസറീസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ സോഫ കവേഴ്സും നമുക്ക് അവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ആ കാണുന്ന റോഡില്ലേ, അതെനിക്ക് തോന്നുന്നു കിച്ചൺ ടവൽസ് ഒക്കെ വാഷ് ചെയ്തിടാൻ നല്ലതായിരിക്കും എന്ന്. പിന്നെ ഈ കാണുന്ന ലൈറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ ആ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പ്ലാന്റ്സ് ആൻഡ് ഫ്ലവറിങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ. അതായത് ഹോം ഡെക്കോറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന. പിന്നെ ഇവിടെയുള്ള സിസേഴ്സ് നല്ല അടിപൊളിയാണ് കേട്ടോ. എൻ്റെ അടുത്തുണ്ട് ഓൾറെഡി. പിന്നെ ഈ റൂം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഒരു മിനിമൽ ഡെക്കോർ പോലെ എനിക്ക് തോന്നി. പിന്നെ കളർ കോമ്പിനേഷൻ അത്ര പോരാ കേട്ടോ. ഈ സാധനം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് കുറേ സാധനങ്ങൾ ഒന്നിച്ചിങ്ങനെ തൂക്കിയിടാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാഗ്, കീ ചെയിന്, പിന്നെ ക്യാപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഈ റൂം നല്ലൊരു കളർ കോമ്പിനേഷൻ, അത് കണ്ടിട്ട് നല്ല രസമുണ്ട്. വൈറ്റും ഒരു പീച്ച് ഷെയ്ഡും നല്ല രസമുണ്ട് ഈ റൂം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയുള്ള എല്ലാ റൂമുകളും വളരെ കുറച്ച് ചെറുത് തന്നെയാണ്. അതായത് ബാംഗ്ലൂരിലേക്ക് വേണ്ടിയിട്ടുള്ള റൂമുകൾ പോലെ എനിക്ക് തോന്നി. ഒക്കെ ചെറിയ ചെറിയ റൂമുകളും. പിന്നെ ഫർണിച്ചറൊക്കെ ഇവിടെ വെച്ച ഫർണിച്ചറുകളൊക്കെ ഒരുപാട് വലുപ്പമില്ല. പക്ഷേ നമുക്ക് പുറത്ത് വേറെ ഉണ്ട് കേട്ടോ. എൻ്റെ വെയർ ഹൗസിൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് ആൽമരാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ട് നല്ല വലിയ വലിയ ഫർണിച്ചറൊക്കെ. ഇത് നല്ല അടിപൊളി TV യൂണിറ്റ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. പിന്നെ അതിൻ്റെ റേറ്റ് 70,600 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഇത് ഫുള്ളി ഓപ്പൺഡാണ്. അപ്പം പെട്ടെന്ന് തന്നെ പൊടി പിടിക്കുന്നു എനിക്ക് തോന്നിട്ടോ. പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമല്ലേ, ബ്ലൂവും വൈറ്റും.
ഇത് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ക്രിസ്മസ് ആയിട്ട് കൊണ്ടുവച്ചതാണെന്ന് തോന്നുന്നത്. ഇതിന് മുമ്പ് ഞാൻ പോയപ്പോൾ കണ്ടതായി ഓർക്കുന്നില്ല. പിന്നെ ഈ ഡൈനിങ് ടേബിളൊക്കെ നല്ല അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എക്സ്റ്റെൻഡബിൾ ഡൈനിങ് ടേബിൾസ് ഉണ്ട്. പിന്നെ 2 സീറ്റ് ഡൈനിങ് ടേബിൾ, 4 സീറ്റ്, 6 സീറ്റ്, 8 സീറ്റ്. പിന്നെ വാൾ മൗണ്ടഡ് ടേബിൾസ് ഉണ്ട്. ഡൈനിങ് ടേബിൾ ടോപ്പ് ആൻഡ് അണ്ടർ ഫ്രെയിംസ് ഉണ്ട്. റൗണ്ട് ഡൈനിങ് ടേബിൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡൈനിങ് ടേബിൾ. പിന്നെ ടേബിൾസിൻ്റെ വേറെ സ്റ്റഡി ടേബിൾ, കോൺഫറൻസ് ടേബിൾ, ബെഡ് സൈഡ് ടേബിൾ, ഡൈനിങ് ടേബിൾ, മൾട്ടി ഫങ്ഷണൽ ടേബിൾസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു കിച്ചണാണ് കേട്ടോ. അപ്പോൾ വളരെ ചെറിയൊരു കിച്ചൺ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയില്ലേ, വൈറ്റ് ബ്രൗണ്, പിന്നെ എന്താ പറയുക, അല്ലെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ പിന്നെ ഒരു വുഡൻ ഷെയ്ഡ് വരുന്ന ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനത്. ഇത് നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലായിരുന്നു ഒരു റോഡ്. അപ്പോൾ ആ റോഡിൻ്റെ സ്റ്റീൽ ടൈപ്പ് റോഡാണെന്ന് തോന്നുന്നു ഇത്. അപ്പം ഇതിന് 400 റുപ്പീസ് ആട്ടോ. ചെറിയ റോഡാണ്. നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ. പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ആ പാൻട്രി യൂണിറ്റ്. അടിപൊളി പാൻട്രി യൂണിറ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റോർ റൂമിന് പകരമായിട്ട് ഇതേപോലെ ഒറ്റയൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സ്റ്റോർ റൂമിൻ്റെ ഒരു ആവശ്യം തന്നെ വരില്ല അവിടെ. അത്ര നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടോ അത്, ഈ ഒരു പാൻട്രി യൂണിറ്റ് ഐഡിയ. ഈ ഒരു ഷെൽഫ് നല്ലൊരു ഷെൽഫാട്ടോ. നല്ല എന്താ പറയുക, ക്ലോസ് ചെയ്യാനും പറ്റും. നമുക്ക് ബുക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്. ഈ മിറർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നമ്മളെ എന്താ പറയുക, ഓഫീസ് റൂമിൽ നമ്മളെ സോഫേൻ്റെ ബാക്കിലും, അല്ലെങ്കിൽ പിന്നെ ബെഡ്റൂമിലാണെങ്കിൽ ബെഡിൻ്റെ സൈഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും അല്ലാതെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നല്ലൊരു ഫ്ലവർ പോട്ട് പോലെ എനിക്ക് തോന്നിട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ റൂം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക കളർ കോമ്പിനേഷനും പിന്നെ എന്താ ലൈറ്റിങ്ങും ഒക്കെ നല്ലൊരു ഭംഗിയുള്ള റൂമാണ് കേട്ടോ അത്. ഇത്ര ഏരിയ ഉള്ളൂ, പക്ഷേ നല്ല അടിപൊളിയായിട്ട് എല്ലാ സാധനങ്ങളും സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കിഡ്സിന് വേറെ റൂമും കിഡ്സിന് വേറൊരു ബെഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി പാട്ട് നെക്സ്റ്റ് ഒരു വ്ളോഗായി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നുപോയത്. ബൈ ഫ്രം സ്വാതി.